വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലി പരസ്യമാകുന്നു. വി ഡി സതീശനെ കടന്നാക്രമിച്ചും രമേശ് ചെന്നിത്തലയെ തലോടിയുമുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്ന് കെ സുധാകരനും മുഖ്യമന്ത്രി കാര്യത്തിൽ സമുദായ സംഘടനകൾക്ക് അഭിപ്രായമാകാമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ നടക്കുന്ന അധികാര വടംവലിയിൽ സമുദായ നേതൃത്വവും കക്ഷി ചേരുന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന സതീശന്റെ പ്രതികരണം വന്നിട്ടും വീണ്ടും പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങൾ ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. കോൺഗ്രസ് തന്നെ നശിപ്പിക്കാനല്ലേ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ സ്വയം പ്രാണിയായി മാറുകയാണ്. അഹങ്കാരത്തിന് കൈകാലം വെച്ചതാണ്. പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ ശക്തമായി വിമർശിച്ച നേതാവാണ് വി ഡി സതീശൻ. എന്നാൽ പ്രതിപക്ഷ നേതൃപദവി ആവശ്യപ്പെടുന്ന സമവായത്തിന്റെ ശൈലി സ്വീകരിച്ചിരിക്കുന്ന സതീശൻ സമുദായ നേതാക്കളുടെ വിമർശനങ്ങൾ തണുപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSSനുള്ളത്. അത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് NSSുമായിട്ട് വല്ല എതിർപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് സമാനമായി സാമുദായിക പിന്തുണ ഉറപ്പിച്ചാണ് 2026 മത്സരത്തിനുള്ള രമേശിന്റെ തയ്യാറെടുപ്പ്. വെള്ളാപ്പള്ളിയെ തള്ളാതെയുള്ള രമേശിന്റെ പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുക നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിനും അയോഗ്യതയുള്ള ആളല്ല ചെന്നിത്തല എന്ന പ്രതികരണവുമായി KPCC അധ്യക്ഷനും അധികാര വടംവലിയിൽ കക്ഷി ചേർന്നു. അദ്ദേഹത്തിന് അയോഗ്യത ആർക്കും വ്യക്തിപരമായി ആർക്കും അഭിപ്രായം പറയാലോ. വലുത് തെറ്റ്. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിനെയാണ് അദ്ദേഹം. അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുന്നതിനായി പ്രയത്നിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് പോരടിക്കുന്നത് UDFന് ഗുണം ചെയ്യില്ല. ഇക്കാര്യങ്ങൾ ഘടകകക്ഷികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.